എന്തൊരു ചൂട്. എടോ എന്ത് പറ്റി? എന്താ പ്രശ്നമുണ്ട്? ഈ പെണ്ണുങ്ങളൊരു കാര്യം തിരിച്ചു പറയാൻ ചോദ്യം ചെയ്ത് ഉത്തരം മുട്ടിക്കും. ഒരാശം ചോദിച്ചല്ലേ, ഞാൻ അറിയാത്ത കുട്ടികളൊക്കെ ഉറങ്ങിയാലോ? വേണ്ട, അവൾക്ക് ഉറക്കം കിട്ടില്ല. പാവം, രണ്ടും കൽപ്പിച്ച് ചോദിക്കാം. എന്താ പറ്റിയേ? ഞാൻ ആദ്യമായിട്ട് എന്റേതല്ലാത്ത കിച്ചണിൽ ഒരു ചായ ഇട്ടു. അത് അമ്മയുടെ ചായ പോലെ അറിയിച്ചിട്ടുണ്ട്. അവിടെ വെച്ച് എന്നെ പറയണായിരുന്നു. ഇവിടെ റൂമിൽ വന്നിട്ട് പറഞ്ഞ പോലെ. അതാണോ പ്രശ്നം? എടോ, അതിവിടെ ആരുണ്ടാക്കിയതെന്ന് അല്ലാതെ തന്നെ മാത്രം ഉദ്ദേശിച്ചൊന്നുമില്ല. മനസ്സിലായി, താനൊന്നും ഉദ്ദേശിച്ചില്ലെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഇനി തൊട്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പറയാം. ഞാൻ എൻ്റെ വീടും വീട്ടുകാരും വിട്ടിട്ട് വന്ന് നിൽക്കുന്നതാണ്. ഈ വീട് എൻ്റെ സ്വന്തം വീടായിട്ടില്ല. ഈ വീട്ടുകാരും എൻ്റെ സ്വന്തമായിട്ടില്ല. ഞാനൊരു വലിയ മാഗ്നിഫൈങ് ഗ്ലാസ് തരുന്നില്ല. മനുഷ്യന്മാരെ പറഞ്ഞിട്ട് കാര്യമില്ല. ആദ്യം കുറ്റവും കുറവേ കാണുള്ളൂ. തനിക്ക് പ്രശ്നമില്ല. കാരണം താൻ കളിച്ചു വളർന്ന വീടാണ്. തൻ്റെ കുറ്റങ്ങളും കുറവുകളും എല്ലാം അക്സെപ്റ്റഡ് ആണ്. തനിക്ക് ഒന്നും പ്രൂവ് ചെയ്യണം. അതല്ല എൻ്റെ കേസ്. എൻ്റെ കാര്യത്തിലൂടെ ഹൈലൈറ്റ് ചെയ്യാൻ വേറെ ആരുടെ ഉണ്ടായി. തനിക്കിപ്പോൾ എന്താ അമ്മയുടെ ചായ പോലെ ആയി. അത് ഇവിടെ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞാൽ പോലെ ഇത് കൂടി ഇത് കുറഞ്ഞു ഞാൻ അതനുസരിച്ച് ചെയ്തു തരില്ലേ? അപ്പൊ ഇനി തൊട്ട് ഫൈൻ ട്യൂണിങ്, കോംപ്രമൈസ്, അഡ്ജസ്റ്റ്മെന്റ് അങ്ങനത്തെ ഡിസ്കഷൻ നമ്മുടെ മുമ്പിലും സന്തോഷമുള്ള കാര്യങ്ങൾക്ക് നമുക്ക് എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കാം. പിന്നെ അവരുടെ കുറ്റവും കുറവുകൾ എൻ്റെ അടുത്ത് പറയണ്ട, എൻ്റെ കുറ്റവും കുറവുകൾ അവരുടെ അടുത്ത് പറയണ്ട. ഒരു മുൻവിധിയായിട്ട് പോയാൽ ഉണ്ടാവുന്ന സ്നേഹത്തിൻ്റെ അളവ് തോന്നും. നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിക്കോ തന്നെ എല്ലാം പിടിയിട്ടില്ല. മനസ്സിലായി. ഞാൻ തന്നെ ടാർഗറ്റ് ചെയ്യാനോ അല്ലാതെ തന്നെ കളിയാക്കാനോ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഞാനൊരു ഫാക്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇനി ഞാൻ പറഞ്ഞ പോലെ ആലോചിച്ച് ഉദ്ദേശിച്ച് അനാവശ്യമായിട്ടുള്ള ഫാക്ട്സ് ഇനി പറയും. തന്റെ ഈ കുടുംബത്തിനെയും സെറ്റാക്കേണ്ടത് എന്റെയും കൂടെ ആവശ്യമാണ്. മനസ്സിലായി? പിന്നെ താങ്ക്സ്. എന്തിന്? താൻ എന്തൊരു ചൂട് എന്നൊക്കെ പറഞ്ഞു ഞാൻ അങ്ങനെ തന്നെ പേരെടുത്തോളൂ. എനിക്ക് ചോദിക്കാൻ തീരുമാനിച്ചു. താങ്ക് യു. നമുക്ക് പ്രശ്നങ്ങളൊക്കെ രാത്രി വരെ പറഞ്ഞു തീർക്കാറുണ്ട്. അല്ലെങ്കിൽ ഉറക്കം കിട്ടില്ല. എന്നിട്ട് അവസാനം ജോലിക്ക് പോകുമ്പോൾ തലേന്ന് ദിവസം മൊത്തം ഇത് തന്നെയായിരിക്കും. വെറുതെ എന്തിനാ, നമുക്ക് പറഞ്ഞു തീർക്കാം. So that is my appa's and amma's advice to you, കുഞ്ഞുങ്ങളെ. ഈഗോ പാടില്ല. ഡിപ്ലോമസി മെയിൻറ്റെയിൻ ചെയ്യുക. Respect each other's feelings. Respect each other's identity and families. Be honest. Partner ആണ്, competent ആണ്. So now let's welcome the families of the bride and the groom.